ചൊരിഞ്ഞു മരിച്ചിടുവാൻ ദൈവനന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിനായി മനസാ ദൈവനന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിനായി മനസാ അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ പദവി വെടിഞ്ഞിടുവാ അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ പദവി വെടിഞ്ഞിടുവാ സ്നേഹമിത് നമുക്ക് ആഗ്രഹിക്കാവതിലും Praise the Lord. Hallelujah. Thank you, Lord Jesus. Hallelujah. ദൈവം നമ്മളെ സഹായിച്ചതോ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് കാലം നമ്മളായിരുന്ന സ്ഥാനങ്ങളെല്ലാം കർത്താവ് കാത്തുരുപാലിച്ച് നമുക്ക് വരാവുന്ന ആപത്ത് അപകടങ്ങളെ, രോഗ ദുഃഖങ്ങളെ, കഷ്ടനഷ്ടങ്ങളെല്ലാം വിട്ടുവെച്ച് ഈ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, അവനെ വിളിച്ചപേക്ഷിപ്പാൻ, അവന്റെ സാക്ഷികളായി നിൽപ്പാൻ തക്കോണം ദൈവം നമ്മളെ എത്രത്തോളം സഹായിച്ചതോ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ നിന്നതല്ല, അവൻ നമ്മളെ നിർത്തി. നമ്മുടെ കരം പിടിച്ച് അവൻ എത്രത്തോളം വഴി നടത്തി. നമ്മുടെ കുളം കുറ്റങ്ങളൊന്നും കണക്കിടാതെ പരിശുദ്ധമായ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച്, നമ്മളെ നീതീകരിച്ച് ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തെ ആരാധിപ്പാന് സ്തോത്രം. ഈ സന്ധ്യാസമയം ദൈവം നമ്മളെ സഹായിച്ചല്ലോ, ദൈവത്തിന് സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമിയിൽ നമുക്ക് വേണ്ടി യാതനായി, ഹല്ലേലൂയ, അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി തന്ന കർത്താവിന്റെ പാദപീഠത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സ്തോത്രം. ദൈവ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറഞ്ഞ് ഈ സന്ധ്യാസമയം നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പ്രകടനം കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമുക്ക് സന്ധ്യാസം ഒരുമിച്ചായിരിക്കാന് ദൈവം സഹായിച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാത്തിനും ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ കടന്നു വരുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടെ വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സന്ധ്യാസമയം നമ്മൾ ഏതെങ്കിലും വിഷയത്തിന്മേൽ ഭാരപ്പെട്ടിരിക്കുന്നില്ല. ആ വിഷയം ദൈവം അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം വിഷയങ്ങളുമേൽ ദൈവം അത്ഭുതം പ്രവർത്തിപ്പാന് നമ്മുടെ ദൈവം, ഹല്ലേലൂയ, അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. സ്തോത്രം. സന്ധ്യാസമയം ഹല്ലേലൂയ ദിവസനിലായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സിസ്റ്റർ ഷെർലിൻ ജോർജ് ഒരു പാട്ട് പാടി കർത്താവിനെ ആരാധിക്കും. സ്തോത്രം. സിസ്റ്റർ ഷെർലിൻ ജോർജ് വിൽ സിംഗ് എ സോങ് നൗ. Water you turn into wine, open the eyes of the blind. There's no one like you, none like you. Our God is greater, higher. God, you are higher than any other. Our God is awesome in power, our God, into the darkness you shine. Out of the ashes we rise. There's no like you. Our God is greater, our God is stronger. God, you are higher
വെള്ളത്തെ വീഞ്ഞാക്കിനി അന്തരെ സൗഖ്യമാക്കി മറ്റാരുമല്ല അങ്ങേ പോലെ എൻ ദൈവം ശക്തൻ സർവശക്തൻ യേശുവെ പോലെ മറ്റാരുമില്ല വിടണം ദൈവം സൗഖ്യമാക്കുന്ന യേശു എന്നേശു എൻ ദൈവം എനിക്കുന്നു അനുകൂലമായുണ്ടെങ്കിൽ ഞാനാരെ ഭയപ്പെടും ഞാനാരെ പേടിക്കും എൻ ദൈവം എനിക്കുന്നു അനുകൂലമായുണ്ടെങ്കിൽ ഞാനാരെ ഭയപ്പെടും ഞാനാരെ പേടിക്കും ഞാനാരെ പേടിക്കും. Our God is greater, our God is stronger, God you are higher than any other. Our God is healer, awesome in power, God, our God. Thank you, Sister Salim, for the beautiful song. നമ്മുടെ ദൈവം അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം പിതാവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ സന്ധ്യാസമയം ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തെ ആരാധിപ്പാന് ദൈവസനി നമ്മൾ കടന്നു വന്നിരിക്കുന്നു. സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. സ്തോത്രം. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രിയ ബൈബിളിനെ വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അനേകർക്ക് അനുഗ്രഹമായി തിരുവാന്തക്കണം, അനേകർക്ക് ആശ്വാസമായി തിരുവാന്തക്കണം. പ്രിയ ബൈബിളിനെ ദൈവം സഹായിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രയോജനം എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചോളം നമ്മൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. ദൈവവചനം പഠിപ്പിക്കുന്ന ഉദാസനെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ സന്ധ്യാസമയം നമ്മൾ കർത്താവിന്റെ പാദപ്പെട്ടായിരിക്കുമ്പോൾ ദൈവാത്മാവ് തന്നെ നമ്മളോട് സംസാരിക്കണം. നമുക്ക് വേണ്ടുന്ന ആലോചനയെ ദൈവദാസനെ കൂടെ ദൈവം നമുക്ക് തരണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാള് ഇന്ന് നടക്കുന്ന ബൈബിൾ സ്റ്റഡിയെയും കർത്തദാസനെയും പ്രിയ ബൈബിളിനെയും വായിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, ഈ രാത്രി സമയത്ത് കർത്താവേ, ഈ പ്രയർ ലൈനിൽ കൂടി കർത്താവേ, പല സ്റ്റേറ്റുകളിൽ പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ, നിന്റെ കണ്ണുകളിലേക്ക് നോക്കി കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിപ്പാൻ ദൈവമേ, നീ തന്ന ഈ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എൻ്റെ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി വെച്ചിട്ടുള്ള വിഷയങ്ങളെല്ലാം കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് അതിന് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം മറുപടി തന്ന് മാനിക്കുവാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ കർത്താവേ പ്രയറിലെ ബൈബിൾ പഠിക്കുവാനായിട്ട് കർത്താവേ, അവിടുത്തെ വചനത്തിന്റെ മുൻപാകെ കടന്നു വരുന്നു കർത്താവേ. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്ന ദൈവദാസനെ കർത്താവേ, ഹല്ലേലൂയ. എന്റെ ദൈവമേ, അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ശരീരാത്മ ദേഹികളെ ബലപ്പെടുത്തുമാറാകണം. പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം കർത്താവേ, ദൈവദാസനത്തോടെ അഭിഷേകത്തോടെ ആത്മനിറവോട് ഞങ്ങളോട് കർത്താവേ വിളിച്ചറിയിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, കേൾവിക്കാരായ ഞങ്ങളത് ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവമേ, അതാ നല്ല നിലത്ത് വീണ വിത്ത് പോലെ നൂറുമേനിയായി വിളയുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ.
എന്റെ ദൈവമേ, ദൈവത്തെങ്കിലേക്ക് കൂടുതലായി അടുക്കുവാൻ, ദൈവ വചനത്തിൽ കർത്താവേ ഉറച്ചു വിശ്വസിപ്പാൻ കർത്താവേ ഹല്ലേലൂയ, ആ കേൾക്കുന്ന വചനം ആ ഇരുവായ്ത്തലയുള്ള വാളെടുത്ത് കർത്താവേ സാത്താനോട് പോരാടുവാൻ ഞങ്ങൾക്ക് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. ഇപ്പോൾ ലീഡ് ചെയ്ത ദൈവദാസനായി സ്തോത്രം. ദൈവമേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിന്റെ കർത്താവേ മർമ്മങ്ങൾ ചേർത്ത് കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ, ഞങ്ങൾക്ക് മനോഹരമായ പാട്ടുപാടിയ പൈതലിനെയും കർത്താവ് ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. ലൈനിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുത്തെ പാദപീഠത്തെങ്കിൽ ഏൽപ്പിക്കുന്നു കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദർശനം കൊടുത്ത കർത്താവേ ഹല്ലേലൂയ കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. അവരെയും അനുഗ്രഹിച്ച കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും എല്ലാം അപ്പച്ചൻ ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവവചനം പഠിപ്പിക്കാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. അവിടെയായി ദൈവവചന പഠനത്തിനായി സമർപ്പിക്കപ്പെട്ട കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിലായി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നു കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ഇന്ന് രാത്രിയിലും സ്വർഗീയമായ അഭിവൃദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൃപയാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സക്കറിയ പ്രവചനം 9-ാം അധ്യായമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയും ഹല്ലേലൂയ സ്തോത്രം ആ വേദഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നലെ വായിച്ചതായ അതേ വേദഭാഗം തന്നെ 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. സ്തോത്രം. പ്രവാചകം യഹോവയുടെ അരുളപ്പാട് ഹദ്രാക് ദേശത്തിന് വിരോധമായിരിക്കുന്നു. ദമ്മേശക്കിന്മേൽ അത് വന്നമരും. യഹോവ മനുഷ്യരിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടിവെക്കുന്നു. അതിനോട് തൊട്ടിരിക്കുന്ന ഹമാത്തിനും മേറിയ സോരിനും സീദോനും അങ്ങനെ തന്നെ. സോർ തനിക്കൊരു കോട്ട പണിതു, പൊടിപോലെ വെള്ളിയും വീഥികളിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു. എന്നാൽ കർത്താവ് അവളെ ഇറക്കി അവളുടെ കൊത്തളം കളരിൽ ഇട്ടുകളയും. അവൾ തീ കിരിയായി തീരുകയും ചെയ്യും. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. ഗസയും എസ്കലോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. അസ്കലോന് നിവാസികൾ ഇല്ലാതെയാകും. അസ്തോദിൽ ഒരു കൗലേഡ് ജാതി പാർക്കും. ഫെലിസ്തീയരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും. ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും. എന്നാൽ അവനും നമ്മുടെ ദൈവത്തിനൊരു ശേഷിപ്പായി തീരും. അവൻ യഹൂദയിൽ ഒരു മേധാവിയെ പോലെയും എക്രോൻ ഒരു യെബൂസ്യനെ പോലെയും ആകും. ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എന്റെ ആലയത്തിനു ചുറ്റും പാളയം ഇറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക. യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഞാൻ എഫ്രയീമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. പടവില്ലും ഒടിഞ്ഞുപോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളം ആയിരിക്കും. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിട്ടയക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ.
ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു. എനിക്ക് യഹൂദയെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിലും അവിടുത്തെ ധന്യത കൊണ്ട് ഞങ്ങളെ നിറച്ച് അവിടുന്ന് മഹത്വം എടുക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ലല്ലോ. ദിവ്യ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയക്കുകയും അവിടുത്തെ ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് നൽകുകയും പഠിപ്പിക്കേണ്ടവണ്ണം പഠിപ്പിക്കുവാനും പഠിക്കേണ്ടവണ്ണം ഗ്രഹിക്കുവാനും കൃപ ചൊരിയുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവിയിലുള്ള സമൃദ്ധി, ആനന്ദം, സന്തോഷം, വിടുതൽ, സൗഖ്യം ഇവയെല്ലാം ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിക്കട്ടെ നാഥ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തികളെയും ചവിട്ടുവാൻ കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കയാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. യേശുരക്ഷകന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ചില ദിവസങ്ങളായി സക്രിയ പ്രവചനം 9-ാം അധ്യായം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെയും തുടർമാനമായി നാം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 5 ജാതീയ രാജ്യങ്ങളെയും 5-6 വാക്യങ്ങളിൽ ഇൻഫാക്ട് 7-ാം വാക്യത്തിലും 4 ജാതീയ രാജ്യങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ 9 ജാതീയ രാജ്യങ്ങളെയാണ് ആദ്യത്തെ 7 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. പിന്നീടാണ് ഇസ്രയേൽ മക്കളെ പറ്റി, യഹൂദയെ പറ്റി 8-ാം വാക്യം മുതൽ താഴോട്ട് പറയുന്നത്. അതിന് പ്രത്യേകമായ കാരണമുണ്ട്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന 9 ജാതീയ രാജ്യങ്ങളും യഹൂദന്മാർക്ക് ശത്രുവായി അവരെ കാലാകാലങ്ങളിൽ ഉപദ്രവിച്ചു വരും, അവരുടേതായിട്ടുള്ള ധനം അപഹരിച്ച് സമ്പന്നരായവരുമാണ്. ഏതെങ്കിലും വിധത്തിൽ യഹൂദനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ശ്രമിച്ചതായ 9 ജാതീയ പട്ടണങ്ങളെയാണ്, രാജ്യങ്ങളെയാണ് ഇവിടെ നമുക്ക് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവരുടെ നാശം ആദ്യം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മോടുള്ള ദൈവത്തിന്റെ കരുതല്, ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമ്മെ നശിപ്പിക്കുവാൻ, എല്ലാ വിധത്തിലും ഇല്ലാതാക്കുവാൻ, ഹല്ലേലൂയ, സർവശക്തിയും ഉപയോഗിച്ച് ദുഷ്ടനായ പിശാചെ പ്രവർത്തിക്കുമ്പോൾ അവന്റെ മേൽ കർത്തൃത്വം നടത്തുകയും അവനെ ഇല്ലാതാക്കി നമ്മെ പൂർണ്ണമായി രക്ഷിച്ച് വിടുവിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ വലിയ കരത്തെയാണ് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഇന്നലെ രാത്രിയിൽ നാം ചിന്തിച്ചത് 2, 3, 4 വാക്യങ്ങളിൽ കാണുന്ന സോർ, സീദോൻ എന്നീ കടലിലുള്ളതായ പാർക്കുന്നതായ വിശേഷാൽ സോറിനെ പറ്റി ആണ് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അലക്സാണ്ടർ ചക്രവർത്തി എങ്ങനെയാണ് ഈ സോർ പട്ടണത്തെ പിടിച്ചടക്കിയത് എന്നും അത് എങ്ങനെയൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾക്ക് നിവർത്തീകരണമായി തീർന്നു എന്നും ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നു. വളരെ ആഴത്തിലേക്ക് ഇറങ്ങി ചരിത്രപരമായി അതിലെ പേജുകൾ പുറകോട്ട് മറിച്ച് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചന സൂക്തങ്ങൾ അത് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം ഇല്ലാത്തതാകുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് ദൈവിക പ്രവാചകന്മാരിൽ കൂടെ നൽകിയിരിക്കുന്ന അരുളപ്പാടുകൾ അതതിന്റെ കാലത്ത് നിവർത്തീകരിക്കുമെന്നും ആളുകൾ വിശ്വസിച്ച് ദൈവവചനത്തിൽ ദൃഷ്ടി വെച്ച് അതിൽ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതിനും ആളുകളിയ സ്തോത്രം ഇരുവായ്ത്തലയുള്ള വാളായി ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ ഏന്തിക്കൊണ്ട് നമുക്കെതിരായി നിൽക്കുന്ന ദുഷ്ടശക്തിയോട് പോരാടേണ്ടതിനെ ശക്തി ലഭിക്കേണ്ടതിനും വേണ്ടിയാണ് അത്രയും ആഴത്തിൽ ഹല്ലേലൂയ സ്തോത്രം ചരിത്രത്തിലേക്ക് കടന്ന് അതിലെ ഓരോ കാര്യങ്ങളും യിശയ്യാ പ്രവചനം 23-ാം അധ്യായത്തിൽ കൂടെയും ഹല്ലേലൂയ യെഹെസ്കേൽ പ്രവചനം 26, 27, 28 അധ്യായങ്ങളിൽ കൂടെയും സെക്കറിയ പ്രവചനത്തിൽ കൂടെയൊക്കെയും ഒന്നിച്ച് തുലനം ചെയ്ത് പഠിച്ച്
ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഇടയാക്കിയത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ. ഇന്നലെ ഹല്ലേലൂയ 5, 6, 7 വാക്യങ്ങൾ നാം വായിച്ചു. അതിനകത്തെ അധികം നാം പഠിക്കേണ്ടതായിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാവുന്ന വേദഭാഗങ്ങളാണ് ഇത്. ദൈവത്തിന് സ്തോത്രം. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് യഹൂദന്റെ ശത്രുവായിരുന്നതായ ഫെലസ്തീയ ദേശത്തുള്ള 4 പട്ടണങ്ങളാണ്. അസ്കലോൻ, ഗസ, അതുപോലെ തന്നെ എക്രോൻ, അസ്തോദ്. ഈ 4 പട്ടണങ്ങളെയാണ് ഈ വേദവാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫലസ്തീനിൽ 5 പട്ടണം ഉള്ളതായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ കാണുവാൻ കഴിയാത്തതായ പട്ടണം ഗത്ത് എന്ന് പറയുന്ന പട്ടണമാണ്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചുവല്ലോ, ഭൂരിപക്ഷ വേദ വിദ്യാർത്ഥികളുടെയും ചിന്ത ദൈവത്തിന്റെ പ്രവാചകനായ സെക്കരിയാവ് ആത്മാവിൽ ഈ പ്രവചനം പ്രവചിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഗത്ത് യഹൂദന്റെ കീഴിലായിരിക്കാനാണ് പോസിബിലിറ്റി. അല്ലെങ്കിൽ ഫെലസ്തീർ ശത്രുക്കൾ ഗത്തിൽ പാർത്തിരുന്നില്ല. യഹൂദന്റെ ശത്രുക്കൾ അന്ന് ഗത്തിൽ പാർത്തിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഗത്തിനെതിരായി ഒരു ദൂത പറയാതെ 4 പട്ടണങ്ങളെ പറ്റി ദൂത ഇവിടെ പറയുവാൻ തക്കവണ്ണം കാരണമായത്. അതിന്റെ നാശം വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും ഹല്ലേലൂയ സ്തോത്രം 6, 7 വാക്യങ്ങളുടെ വിശകലനം ഒന്ന് പറയേണ്ട ആവശ്യമുണ്ട്. അതിനധികം സമയമെടുക്കേണ്ടതായിട്ടില്ല. വിശദീകരിച്ച് മുമ്പോട്ട് പോയാൽ മതി. ദൈവത്തിന് സ്തോത്രം. 6, 7 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. അസ്തോദിൽ ഒരു സങ്കരജാതി പാർക്കും. ഹല്ലേലൂയ സ്തോത്രം. ഫലസ്തീനിൽ പറ്റി പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം 4ാമത്തെ പട്ടണമാണ് അസ്തോദ്. അസ്തോദിൽ ഒരു സങ്കരജാതി പാർക്കും. ഫലസ്തീനരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും. ഹല്ലേലൂയ സ്തോത്രം. 2 കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഹല്ലേലൂയ സ്തോത്രം, അസ്തോദിൽ ഒരു സങ്കര ജാതി പാർക്കും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ ആൻഡ് എ ബാസ്റ്റർഡ് ഷാൽ ഡ്വെൽ ഇൻ അഷ്ഹോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. സങ്കരജാതി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പിതാവ് ആര് എന്ന് അറിയാത്ത ഒരു സമൂഹമായിരിക്കും അലക്സാണ്ടർ ഹല്ലേലൂയ സ്തോത്രം ഈ ദേശത്തെ പിടിച്ചടക്കി, അസ്തോദിനെ, ഫലസ്തീയ ദേശത്തെ പിടിച്ചടക്കി അസ്തോദിൽ പ്രധാനമായി പാർക്കുവാൻ പോകുന്നത് എന്നുള്ള പ്രവചനമാണ് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഇവിടെ കാണുന്നത്. അത് എങ്ങനെയാണ് നിറവേറിയത് എന്ന് ഞാൻ ഓർപ്പിച്ചിട്ട് പെട്ടെന്ന് മുമ്പോട്ട് പോകുവാൻ ക്രിസ്തുവേശുവിൽ ആഗ്രഹിക്കുകയാണ്. സോർ, സീദോൻ, ഹമാത്ത്, ഹാദ്രക്ക്, ദമ്മേശക്ക് ഈ പട്ടണങ്ങളെ പിടിച്ചടക്കിയ ശേഷം അലക്സാണ്ടർ ചക്രവർത്തി മുമ്പോട്ട് പോയി ഫലസ്തീനിലുള്ളതായ 4 പട്ടണങ്ങളെ പിടിച്ചടക്കി. അസ്തോദിലായിരുന്നു അലക്സാണ്ടറുടെ ഫലസ്തീയ പട്ടണങ്ങളെ പിടിച്ചടക്കുവാൻ തക്കവണ്ണം മുമ്പോട്ട് പാഞ്ഞപ്പോൾ അസ്തോദിലായിരുന്നു അലക്സാണ്ടറുടെ ഡിഫൻസീവ് സേനയെല്ലാം പാർത്തിരുന്നത്. അന്നത്തെ കാലത്തെ ഹല്ലേലൂയ സ്തോത്രം മറ്റ് പടയാളികൾ പാർക്കുന്നതായ ദേശത്തെ സ്ത്രീകളെ അവർ ബലാത്സംഗം ചെയ്യുകയും അങ്ങനെ അവർക്ക് തലമുറകൾ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായതായ ഒരു ബാസ്റ്റാർഡ് അഥവാ പിതാവ് ഏതെന്ന് അറിയാത്തതായ ഒരു തലമുറ അലക്സാണ്ടറുടെ അലക്സാണ്ടർ കീഴടക്കിയ ശേഷം മേ ബി അലക്സാണ്ടറിന്റെ അതായിട്ടുള്ളതായ പടയാളികളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആയിരിക്കാം പാർക്കും എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം ഇതിനോടുള്ള ബന്ധത്തിൽ കാണുന്നത്. മറ്റേ ഒരു വ്യാഖ്യാനം, 2 വ്യാഖ്യാനങ്ങളാണുള്ളത്. മറ്റേ ഒരു വ്യാഖ്യാനം കാണുന്നത് ഹല്ലേലൂയ അന്നത്തെ കാലത്തെ ശത്രുക്കൾ ഒരു ദേശത്തെ പിടിച്ചടക്കി കഴിയുമ്പോൾ ആ ദേശത്തുള്ള ജനത്തെ വേറൊരു ദേശത്തു കൊണ്ട് പാർപ്പിച്ചിട്ട് മറ്റ് രാജ്യത്തുള്ള ജനത്തെ ആ ദേശത്തു കൊണ്ട് പാർപ്പിക്കും. അതിന്റെ കാരണമുണ്ട്. വേറൊരു ദേശത്തുള്ള വ്യക്തികൾ അവരുടെ സ്വന്തമല്ലാത്ത ദേശത്തെ പാർക്കുമ്പോൾ അവർ ഈ പിടിച്ചടക്കിയ രാജാവിനോടോ സൈന്യത്തോടോ പടയ്ക്ക് പൊരുതുകയോ
ആ ദേശം പിടിച്ചടക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയോ ഇല്ല. കാരണം സ്വാഭാവികമായി അവരുടെ രാജ്യമല്ലാത്തത് കൊണ്ട് ആ രാജ്യത്തോട് അവർക്ക് സ്നേഹമില്ലാതെ വരും. അതുകൊണ്ടാണ് ഒരു രാജ്യത്തു നിന്നുള്ളതായ ജനത്തെ മറ്റൊരു രാജ്യത്തേക്കും മറ്റൊരു രാജ്യത്തുള്ളതായ ജനത്തെ വേറൊരു രാജ്യത്തും കൊണ്ടേ പാർപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന സന്ദർഭത്തിൽ ശമരിയയിൽ ജാതികൾ ഉണ്ടായിരുന്ന കാലം നാം കാണുന്നുണ്ട്. ജാതികളുടെ മണ്ഡലം എന്ന് നമുക്ക് ഗാലീലിയൻ ദേശത്തെ പറ്റി പറയുവാൻ കാരണം സ്തോത്രം റോമാക്കാരും മറ്റും അതിനു മുമ്പുള്ളതായ ആൾക്കാർ പിടിച്ചടക്കിയപ്പോൾ ജാതികളെ അവിടെ കൊണ്ട് പാർപ്പിച്ചത് കൊണ്ടാണ് സ്തോത്രം അങ്ങനെ അതൊരു ജാതീയ മണ്ഡലമായി മാറ്റപ്പെടുവാൻ കാരണമായി. അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അസ്തോദിൽ ജാതികളെ കൊണ്ട് അവരുടെ ഫെലിസ്ത്യരല്ലാത്ത വ്യക്തികളെ കൊണ്ട് പാർപ്പിച്ചതാകാം ഈ സങ്കരജാതി എന്ന് പറയുന്നവരുണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അലക്സാണ്ടർ ചക്രവർത്തിയുടേതായിട്ടുള്ളതായ 40,000 പരം പടയുമായിട്ടാണ് താൻ കടന്നു വന്നത്. സ്തോത്രം. ഇഫ് യു റിസർച്ച് യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. അത്ര ഒരു വലിയ പടയുമായിട്ടാണ് മിഡിൽ ഈസ്റ്റിനെ കീഴടക്കുവാൻ അന്നത്തെ കാലത്തെ താൻ കടന്നു വന്നത്. ഇന്നത്തെ കാലത്ത് ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് തിങ്. സ്തോത്രം. അതുപോലെ തന്നെ സ്തോത്രം സോർ സീദോനെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി സോറിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം 200-ലധികം കപ്പലുകൾ തനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു വലിയ യുദ്ധത്തിൽ കൂടെയാണ് ഇവയൊക്കെ പിടിച്ചടക്കിയത്. അത് മുഖാന്തരം ആ പടയാളികളുടെ തലമുറകൾ അസ്തോദിൽ പിൽക്കാലങ്ങളിൽ പാർത്തതായിരിക്കാം. സ്തോത്രം. 6-ാം വാക്യത്തിൽ അസ്തോദിൽ ഒരു സങ്കരജാതി പാർക്കും, ഫെലിസ്ത്യരുടെ ഗർവം ഞാൻ ഛേദിച്ച് കളയും. അങ്ങനെ ഒരു സങ്കരജാതി പാർത്തു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യർ പിന്നെ ഗർവിക്കത്തില്ല. ദ പ്രൈഡ് ഓഫ് ദ ഫലസ്റ്റൈൻസ് ഇസ് ഗോൺ നൗ. സ്തോത്രം. യഹൂദനെതിരായി അഹങ്കാരം പറഞ്ഞുകൊണ്ട്, യഹൂദനെതിരായി യഹൂദന്റെ വാഗ്ദത്തം കിട്ടിയ ദേശം പിടിച്ചടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം യഹൂദനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചതായ സ്തോത്രം ഫെലിസ്ത്യർ ഇനി ഒരിക്കലും അങ്ങനെ പറയുവാൻ കാരണമാകാതെ ദൈവം തന്നെ ഇറങ്ങി പ്രവർത്തിക്കും. യഹൂദൻ എത്ര നാളുകൾ പ്രവർത്തിച്ചിട്ടും ഇതൊന്നും നടന്നില്ല. സ്തോത്രം. എന്നാൽ ദൈവം ഇറങ്ങി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയായി മാറി. എന്ത് നല്ല ഗുണപാഠമാണ് ഈ വേദഭാഗങ്ങളിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമുക്ക് നൽകുന്നത്. നമുക്കെതിരായി നിൽക്കുന്ന ദുഷ്ടശക്തികളെ തകർക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ തന്റെ പ്രവൃത്തി ചെയ്യുമെന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നതിനാൽ ഈ വേദവാക്യങ്ങളിൽ ഊന്നിക്കൊണ്ട് കർത്താവേ, ഞാൻ നിന്നിൽ പൂർണ്ണമായി ആശ്രയം വെക്കുന്നു, എന്നെ വഴി നടത്തുമാറാകണമേ. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ദുഷ്ടങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കാതെ കാത്തു പരിപാലിക്കണമേ, ദുഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊക്കെയും പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഏതൊരു വിധത്തിലും ഫെലിസ്ത്യന്റെ ഗർവം അടക്കുവാൻ തക്കവണ്ണം യഹൂദനെ കൊണ്ട് കഴിഞ്ഞില്ല. ദാവീദിന് മുമ്പിലുള്ളവരൊക്കെ ശ്രമിച്ചു നോക്കി, നടന്നില്ല. നമുക്കറിയാം ന്യായാധിപന്മാരുടെ കാലത്തെ കാര്യങ്ങൾ. സ്തോത്രം. അവരുടെ അഹങ്കാരങ്ങളൊക്കെയും നമുക്കറിയാം. ശിംശോന്റെ കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഫെലിസ്ത്യനായ ഗോലിയാത്തിനെ എറിഞ്ഞു കൊന്നത് നമുക്കറിയാം. ഇതുകൊണ്ടൊന്നും അവന്റെ ഗർവം അടങ്ങിയിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമിറങ്ങി പ്രവർത്തിച്ചപ്പോൾ അഹങ്കാരം അടങ്ങാത്ത ഒരു വ്യക്തിയുടെ അഹങ്കാരം തന്നെ അടങ്ങി എന്നേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വിവിധ പദ്ധതികൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നാം ആരും ദൈവമായി മാറാതെ നമ്മുടെ ഭാരങ്ങൾ വിശ്വാസത്തോടു കൂടെ സകലവും നന്നായി ചെയ്യുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചാൽ അത് എത്ര ഉത്തമവും എത്ര നല്ലതുമായിരിക്കും. അതാണ് 6-ാം വാക്യം. ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും 7-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും
അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും. എന്നാൽ അവനും നമ്മുടെ ദൈവത്തിന് ഒരു ശേഷിപ്പായി തീരും. അവൻ യഹൂദയിൽ ഒരു മേധാവിയെ പോലെയും എക്രോൻ യെബൂസ്യനെ പോലെയും ആകും. 5-ാം വാക്യത്തിൽ എക്രോൻ എന്ന് പറയുന്നതായ ഫെലസ്തീനിലുള്ളതായ പട്ടണത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫെലസ്തീനരുടെ ഗർവം കർത്താവ് മാറ്റിയിട്ട് ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും എന്ന് പറയുന്നതിന്റെ അർത്ഥം യഹൂദനോടുള്ളതായ ഫെലസ്തീനരുടെ കഠിന വെറുപ്പും അവരുടെ യഹൂദന്റെ മേൽ രക്തം ചൊരിയുവാനുള്ള അവന്റെ കൊതിയുമാണ് ഇവിടെ ഈ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയാൽ ഈ ഫെലസ്തീർ പൂർണ്ണമായി BC 333 തകർക്കപ്പെട്ടപ്പോൾ അവന്റെ ഗർവമില്ലാതെയായി അവന്റെ ദേശത്തെ സങ്കരജാതികൾ പാർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ സ്ത്രീകളെ മറ്റുള്ളവർ അപമാനിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിവിധ നിലകളിൽ അവന്റെ ഗർവം തകർന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം രക്തച്ചൊരിച്ചിനായിട്ടുള്ള അവന്റെ വാഞ്ച അവന്റെ വായിൽ നിന്നും ദൈവം എടുത്തു കളയുകയാണ്. ഹല്ലേലൂയ ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും എന്ന് ഹല്ലേലൂയ സ്തോത്രം. ആൻഡ് ഐ വിൽ ടേക്ക് അവേ ഹിസ് ബ്ലഡ് ഔട്ട് ഓഫ് ഹിസ് മൗത്ത് എന്ന് ആണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. എക്സാക്ട് ഭാഷാന്തരമാണ് മലയാളത്തിലും കൊടുത്തിരിക്കുന്നത്. എന്താണ് അവന്റെ വായിൽ നിന്നും എടുത്തു കളയുന്നത്? ഏതൊരു സന്ദർഭത്തിലും ഒരു ഫലസ്തീനോട് ചോദിക്കുകയാണ് എങ്കിൽ അവൻ പറയുന്നത് യഹൂദനെ കൊല്ലണമെന്നാണ്, അവനെ രക്തം ചൊരിയണമെന്നുള്ളതായ രക്തച്ചൊരിച്ചിലിന്റെ വാക്കുകൾ മാത്രമാണ്, അഹങ്കാരത്തിന്റെയും ഹുങ്കാരത്തിന്റെയും വാക്കുകൾ മാത്രമാണ് ഈ ഫലസ്തീന്റെ വായിൽ നിന്ന് വരുന്നത്. അത്ര ശത്രുവായിട്ടായിരുന്നു യഹൂദനെ ഈ ഫലസ്തീർ നോക്കിയിരുന്നത്. എന്നാൽ യഹോവയായ ദൈവം ഈ ഫലസ്തീനെ പൂർണ്ണമായി തകർത്തു കഴിഞ്ഞപ്പോൾ അവന്റെ വായിൽ നിന്നും ഈ രക്തക്കൊതി കർത്താവ് തന്നെ വലിച്ച് കളഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ സംഭവിക്കുവാൻ പോകുകയാണ് ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ ഇന്ന് ക്രിസ്തീയ സമൂഹത്തെ തകർക്കുവാനും ഇല്ലാതാക്കുവാനും യഹൂദനെ പേരോടെ ഹല്ലേലൂയ തുടച്ചു മാറ്റുവാനും ശ്രമിക്കുന്ന സമൂഹങ്ങളെ കർത്താവ് തന്നെ ഇറങ്ങി വന്നു പൂർണ്ണമായി തകർക്കുന്നത് വളരെ വ്യക്തമായി മനുഷ്യയുദ്ധം കൊണ്ടല്ല. യെഹെസ്കേൽ 38-39 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ഇനി നടക്കുവാൻ പോകുന്ന അടുത്ത യുദ്ധത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഇനിയും ഒരു കാലത്തെ സംഭവിക്കുവാൻ പോകുന്നു. എന്റെ ചിന്ത നാം ജീവിക്കുന്ന ഈ കാലത്ത് തന്നെ അധികം താമസിക്കാതെ അത് നടന്നു വരുവാൻ പോകുകയാണ്. ആളുകൾ ഇന്ന് യുക്രൈനിൽ കാണുന്നതായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ അതിലേക്കുള്ളതായ ഒരു നടത്തിപ്പാണോ എന്നുപോലും നമുക്ക് തോന്നിപ്പോകത്തക്കവണ്ണം ലോക സംഭവങ്ങൾ ഇവയൊക്കെ ഹല്ലേലൂയ സ്തോത്രം പെട്ടെന്ന് നമ്മുടെ കണ്ണിന്റെ ദൃഷ്ടിയിലേക്ക് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര അധികമായി ഈ നാളുകളിൽ നമ്മുടെ കർത്താവിനെ നാം അനുസരിക്കുകയും ഈ ലോക ഇമ്പങ്ങളെ വിട്ട് കർത്താവിനോട് പറ്റിച്ചേർന്ന് മുമ്പോട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് എത്ര അത്യാവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ സ്തോത്രം. യഹോവയായ ദൈവം യഹൂദനെ BC 333 രക്ഷിച്ചതുപോലെ ഹല്ലേലൂയ സ്തോത്രം പൊന്നേശു ഹല്ലേലൂയ കർത്താവിന്റെ പ്രവൃത്തി യഹൂദന് വേണ്ടി ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാൻ പോകുന്നത് നമ്മുടെ കണ്ണാലെ നാം കാണുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതോടുകൂടെ ഇന്ന് ലോകത്തിൽ കാണുന്ന പ്രധാന മതങ്ങളിൽ ചിലതൊക്കെ തകർന്ന് തരിപ്പണമായി പോകും. ഹല്ലേലൂയ. ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുവാൻ പോകുകയാണ്. കൽമഴയാൽ, ഭൂകമ്പത്താൽ, സുനാമിയാൽ, ഇടിമിന്നലിനാൽ, അതുപോലെ തന്നെ ഈ തീ ആകാശത്ത് നിന്ന് ഇറങ്ങി ഒരു മനുഷ്യനും നിന്ന് യുദ്ധം ചെയ്യുവാൻ കഴിയാതെ വണ്ണം യാതൊരു ശക്തിക്കും അവന്റെ വാർ പ്ലെയിനുകൾക്കോ
കടലിൽ അവന്റെ കപ്പലുകൾക്കോ അവന്റെ വലിയ യുദ്ധപ്പടകൾക്കോ അവന്റെ പാറ്റൻ ടാങ്കുകൾക്കോ നിൽക്കുവാൻ കഴിയാതെ വണ്ണം ദൈവം ഇറങ്ങി തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഇനിയും ശേഷിച്ചിരിപ്പുണ്ട് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങൾ അക്ഷരീകമായി വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരാതെ നിറവേറിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനിയും നടക്കുവാൻ പറഞ്ഞിരിക്കുന്ന പ്രവചന സൂക്തങ്ങൾ അത് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരാതെ നിറവേറുവാൻ പോകുകയാണ്. നാം ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവസന്നിധിയിൽ താണ് അവിടുത്തെ ഹിതപ്രകാരം മുമ്പോട്ട് പോകുന്നവൻ എത്രയോ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഉന്നത പദവിയിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുകയും നമ്മുടെ അകത്തെ കണ്ണു തുറന്ന് ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വഴിയിൽ ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്കിടയാക്കുകയും ചെയ്തത് എത്ര അനുഗ്രഹകരമാണ്. ഈ ദൈവവചനത്തിലെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാനോ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം കൊതിക്കുവാനോ ഹല്ലേലൂയ ഈ ലോക ശക്തികൾ ആഗ്രഹമില്ലാതെ ഈ ലോകത്തിന്റെ പാപത്തിന്റെ കഠോരതയിലേക്ക് ദിവസേന വീണ നിത്യ ന്യായവിധിയിലേക്ക് ഒഴുകി താണുകൊണ്ടിരിക്കുമ്പോൾ ആ നിത്യ ന്യായവിധിയിൽ നിന്ന് നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കർത്താവ് നമ്മെ ഉയർത്തി നമ്മെ വഴി നടത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. 7-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം പറയുന്നത് ഈ വലിയ ന്യായവിധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഫെലിസ്ത്യർ ചില ഗുണപാഠങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും. എങ്ങനെയെങ്കിലും യഹൂദനെ കടിച്ചു പറിച്ച് തിന്നണം, അവനെ ഇല്ലാതാക്കണം, അവന്റെ രക്തം ചൊരിയണമെന്ന് എപ്പോഴും വിളിച്ചു പറയുകയും അത് തലമുറകളെ പഠിപ്പിക്കുകയും ഇന്നും പഠിപ്പിക്കുന്നു. നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചില സമൂഹങ്ങൾ അവരുടെ സ്കൂളുകളിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് യഹൂദനെ എങ്ങനെയെങ്കിലും വൈപ്പ് ഓഫ് ചെയ്യണം, ക്രിസ്ത്യാനികളെ എങ്ങനെയും മുടിച്ചു കളയണം എന്നുള്ളതാണ്. ജീവനുള്ള ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവർ ഗ്രഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതുകൊണ്ടാണ് ദൈവം തന്റെ ന്യായവിധി എത്രയും വേഗം ഈ ഭൂമിയിലേക്ക് ആ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഇറക്കുവാൻ പോകുന്നുവെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഫെലിസ്ത്യന്റെ വായിൽ നിന്നും ഫെലിസ്ത്യന്റെ ആ പല്ലിനിടയിൽ നിന്നും അവന്റെ അഹങ്കാരം, അവന്റെ ഹുങ്കാരത്തിന്റെ വാക്കുകൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇത് എടുത്ത് ദൈവം തന്നെ മാറ്റി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമക്കളാകുന്നത് ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നാം നമ്മുടെ ജഡം എടുത്ത് നമുക്കൊന്നും ചെയ്യാനായിട്ടൊക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നിനക്കെതിരായി ആരെങ്കിലും കടന്നു വരുന്നു എങ്കിൽ ഹല്ലേലൂയ എന്നാടാ ഏതാടാ എന്ന് ചോദിച്ച് നമുക്ക് യുദ്ധത്തിനോ വഴക്കിനോ ബഹളത്തിനോ അടിക്കോ തൊഴിക്കോ ഒന്നും പോകാനായിട്ടൊക്കത്തില്ല. ഹല്ലേലൂയ. അതിനേക്കാൾ എത്ര നല്ല കാര്യമാണ് എന്റെ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വ്യക്തി നമ്മെ ചീത്ത വിളിക്കുമ്പോൾ ആ വ്യക്തിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വ്യക്തി നമ്മെ ഉപദ്രവിക്കുമ്പോൾ കർത്താവെ നല്ല ബുദ്ധി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാരം സ്തോത്രത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ അറിയിക്കുക. നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് ദൈവത്തിന്റെ വചനം നന്നായി നമ്മെ പഠിപ്പിക്കുന്നു. ഈ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ദൈവത്തിന്റെ ന്യായവിധിയിൽ കൂടെ കടന്നു പോയപ്പോൾ 8-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഈ പറയുന്ന 7-ാം വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ കുറെ കൂടെ മനസ്സിലാകും. ഇനി അടുത്തതായി 8-ാം വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് വേണ്ടിയത്. 8-ാം വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ വരുമ്പോൾ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗവും 8-ാം അധ്യായത്തിലെ ആത്മീക കാര്യങ്ങളും 7-ാം വാക്യത്തിന്റെ 2-ാം ഭാഗവും മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ 8-ാം വാക്യത്തിൽ പോകുന്നതിന് മുമ്പേ ഞാൻ ഒരു വാചകത്തിൽ അത് പറയാം. 8-ാം വാക്യം ചിന്തിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാകുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ കഠിന ന്യായവിധിയിൽ കൂടെ പോയപ്പോൾ ഈ അഹങ്കാരവും ദുഷ്ടതയും ഒക്കെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞതായ ഹല്ലേലൂയ ഫെലിസ്ത്യന്റെ അഹങ്കാരമൊക്കെ അങ്ങ് ഒതുങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ അവരെന്ത് ചെയ്തു?
ജീവനുള്ള ദൈവത്തെ നോക്കുവാൻ തക്കവണ്ണം തുടങ്ങി. വിഗ്രഹസേവയിലായിരുന്നവർ ജീവനുള്ള ദൈവത്തെ നോക്കുവാൻ തുടങ്ങി. ജീവനുള്ള ദൈവത്തെ ഈ ജാതികൾ നോക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അവനെയും ദൈവം വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പിൻ പദ്ധതിയാണ് ഈ 7-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. 7-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തെ ഹല്ലേലൂയ അവനെ ദൈവം ഹല്ലേലൂയ അവന്റെ പാപങ്ങൾ ക്ഷമിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ പാപങ്ങൾ ക്ഷമിച്ച് അവനെ ദൈവം വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതെങ്ങനെ നിറവേറി എന്നുള്ളതാണ് 8-ാം വാക്യത്തിൽ കൂടെ നാം പഠിക്കേണ്ടത്. 8-ാം വാക്യത്തിൽ കൂടെ നാം പഠിച്ചു കഴിയുമ്പോൾ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ഹല്ലേലൂയ, യഹോവ മനുഷ്യരിലും ഇസ്രയേലിലെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടി വെക്കുന്നു. അത് തെറ്റായ ഭാഷാന്തരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. When the eyes of men and all the tribes of Israel shall be toward the Lord. ഹല്ലേലൂയ, ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും, ഹല്ലേലൂയ, സ്തോത്രം, യഹൂദ ഗോത്രങ്ങളുടെയും കണ്ണ് യഹോവയിങ്കലായിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ ഭാഷാന്തരം. ഹല്ലേലൂയ, ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം യഥാർത്ഥമായി മനസ്സിലാകണമെങ്കിൽ 8-ാം വാക്യത്തിലേക്ക് നാം കടന്നു പോകണം. ഇതുവരെയും 9 ജാതികളുടെ ന്യായവിധിയാണ് നാം ചിന്തിച്ചത്. എത്ര കഠോരമായി അലക്സാണ്ടർ ചക്രവർത്തിയോട് എതിർത്ത് നിന്നിട്ടും അതിനെ തകർത്തു കളഞ്ഞു. നാം ആദ്യം ചിന്തിച്ചത് ഹാദ്രാക്, മേദ്യപാർശ്വ സാമ്രാജ്യത്തിന്റെ ഏറ്റവും മോസ്റ്റ് ഡിഫൻസീവ് പവർ കേന്ദ്രീകരിച്ചിരുന്ന ഹാദ്രാക്കിനെ അലക്സാണ്ടർ ചക്രവർത്തി തകർത്തു. അതിനോട് ചേർന്ന് നിൽക്കുന്ന ദമസ്ക് അഥവാ ഡെമസ്കോസ്, അതിനോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ഹമാത്ത്, ഇതിനെ തകർത്തു. അത് കഴിഞ്ഞതിന് ശേഷം സോറിനെ പിടിച്ചടക്കുവാനായിട്ടായിരുന്നു മാസങ്ങൾ തനിക്കെടുക്കേണ്ടി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. വളരെ കഠിനമായി താൻ പ്രവർത്തിച്ചിട്ടാണ് സോറിനെ, ഹല്ലേലൂയ, സ്തോത്രം, പിടിച്ചടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതിനെയും ഹല്ലേലൂയ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളുടെ നിവർത്തീകരണം എന്ന വണ്ണം അലക്സാണ്ടർ സോർ, സീദോൻ പട്ടണങ്ങളെ പിടിച്ചടക്കി. അതിനുശേഷം ഹല്ലേലൂയ, സ്തോത്രം, യഹൂദന്റെ മറ്റ് 4 ശത്രുക്കളാകുന്ന ഹല്ലേലൂയ അസ്കലോൻ, ഗസ, അതുപോലെ തന്നെ എക്രോൻ, അസ്തോദ് എന്നിങ്ങനെയുള്ള 4 ഫെലസ്തീയ പട്ടണങ്ങളെ, അങ്ങനെ 9 പട്ടണങ്ങളെ ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം, അലക്സാണ്ടർ ചക്രവർത്തി കീഴടക്കി. His next attempt is verse 8. ഹല്ലേലൂയ, ആരും പോക്കുവരവ് ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ ഒരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടെ കടക്കയില്ല. ഇപ്പോൾ ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ വേദഭാഗത്തിന്റെ അർത്ഥം? ഹല്ലേലൂയ, സ്തോത്രം. പ്രാവചനികമായി ഇതെങ്ങനെ നിറവേറി എന്നുള്ളത് ഹല്ലേലൂയ, സ്തോത്രം, ചരിത്രത്തിൽ കൂടെ പറഞ്ഞില്ല എങ്കിൽ ഈ 8-ാം വാക്യം നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും ദൈവസന്നിധിയിൽ സ്തോത്രം പറയുവാൻ എന്നെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായ വേദഭാഗങ്ങളിൽ ഒരു വേദഭാഗമാണ് ഈ 8-ാം വാക്യം. 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഹല്ലേലൂയ, ഇവിടെ പറയുന്നത് ആരും പോക്കുവരവ് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. 9 ജാതീയ പട്ടണങ്ങളെ അലക്സാണ്ടർ നശിപ്പിച്ചു. യഹൂദന്റെ ശത്രുക്കൾ പരമ ശത്രുക്കളായിരുന്നു. അവരെ അലക്സാണ്ടർ നിർദാക്ഷിണ്യം നശിപ്പിച്ചു. സോർ എന്ന പട്ടണം നശിപ്പിക്കുകയായിരുന്നു പ്രയാസം. അതും അലക്സാണ്ടർ കീഴടക്കി. ഹല്ലേലൂയ, സ്തോത്രം. അലക്സാണ്ടറിന് മുമ്പിൽ ഒന്നുമില്ല. ഇനിയും അടുത്ത സ്റ്റെപ്പ് അലക്സാണ്ടർ ചെയ്യേണ്ടത് യഹൂദ ദേശമാകുന്ന ഹല്ലേലൂയ അതിന്റെ തലസ്ഥാനമാകുന്ന യെരുശലേമിലേക്ക് ചെന്നിട്ട് യെരുശലേമിനെ പിടിച്ചടക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അലക്സാണ്ടർ ചക്രവർത്തി തന്റെ പടയാളികളുമൊത്ത് ഹല്ലേലൂയ അടുത്തതായി ഫലസ്തീനെ പിടിച്ചടക്കിയിട്ട് അതിന്റെ അയൽവക്ക രാജ്യമാകുന്ന യഹൂദ ദേശത്തേക്ക് പോയി യെരുശലേമിന് ചുറ്റും വാട കോരി യഹൂദന്മാർ ആകെ ഭയമായിട്ട് അവർ യഹോവയായ ദൈവത്തോടെ നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ
രണ്ടാം ഭാഗം പറയുന്നത് ഇസ്രയേലിലെ സകല ഗോത്രങ്ങളുടെയും ദൃഷ്ടി ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. അവർ സ്വന്തം ദൃഷ്ടിയാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വൻ ശക്തികളായ 9 ജാതികളെ അലക്സാണ്ടർ നിർദാക്ഷിണ്യം കീഴടക്കി. ഈ കീഴടക്കിയിട്ടാണ് ഈ അലക്സാണ്ടർ ഹല്ലേലൂയ സ്തോത്രം യെരുശലേമിനെ കീഴടക്കുവാൻ കടന്നു വരുന്നത്. അലക്സാണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ യെരുശലേമിനെ ദൈവം രക്ഷിച്ചില്ലെങ്കിൽ കീഴടക്കുവാൻ, ഭസ്മമാക്കുവാൻ നിമിഷങ്ങൾ മതി. അങ്ങനെ ഒരവസ്ഥയിലായിരുന്നപ്പോൾ അന്നത്തെ മഹാപുരോഹിതനായിരുന്ന യഡുവാ പുരോഹിതൻ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ യഹൂദ ഗോത്രങ്ങൾ ഒരുമിച്ച് കരയുവാൻ തുടങ്ങി. BC 332 ഇന്നേക്ക് 2300 പരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം അക്ഷരികമായി നടന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ മഹാപുരോഹിതനായിരുന്ന യഡുവാ പുരോഹിതൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കരയുകയാണ്. ആലയത്തിൽ ചെന്നിട്ട് താൻ ഇങ്ങനെ കരയുവാൻ തുടങ്ങി. എന്താണ് താൻ കരയുന്നത്? കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളെ കീഴടക്കി വാഴുന്നത് മേദ്യ പാർശ്യ സാമ്രാജ്യമാണ്. അവർക്കാണ് ഞങ്ങൾക്ക് അപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ അലക്സാണ്ടർ വലിയ ശക്തിയുമായി വന്നിരിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുമുള്ള 9 ജാതീയ രാജ്യങ്ങളെ ഇവർ നിർദാക്ഷിണ്യം തോൽപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. അവനെ കീഴടങ്ങുകയാകുന്നുവെങ്കിൽ ആ മേദ്യ പാർശ്യ സാമ്രാജ്യം ഞങ്ങൾക്കെതിരെ കടന്നു വന്ന് ഞങ്ങളെ തകർക്കും, ഞങ്ങൾ ഇല്ലാതായി തീരും. എന്നാൽ അലക്സാണ്ടറിന് ഞങ്ങൾ കീഴടങ്ങിയില്ല എങ്കിൽ, അവന് കപ്പം കൊടുത്തില്ലെങ്കിൽ ഈ അലക്സാണ്ടർ മറ്റ് 9 ജാതീയ രാജ്യങ്ങളെ പോലെ ഞങ്ങളെയും ഹല്ലേലൂയ കുപ്പക്കുന്നാക്കും. ഇവർ ആകപ്പാടെ ഭയവിഹ്വലരായി എന്തൊരു തീരുമാനമെടുക്കണമെന്നറിയത്തില്ല. ആ മേദ്യ പാർശ്യ സാമ്രാജ്യത്തോടെ തോറ്റുകൊണ്ടിരിക്കുന്ന മേദ്യ പാർശ്യ സാമ്രാജ്യത്തോട് ചേർന്ന് അലക്സാണ്ടറിനോട് യുദ്ധം ചെയ്യണമോ, അതോ ഹല്ലേലൂയ സ്തോത്രം കടന്നു വന്ന അലക്സാണ്ടറുമായി ഫ്രണ്ട്ഷിപ്പിൽ പോകണമോ? ഏതൊരു തീരുമാനമെടുക്കണം. മുമ്പിൽ സമയമില്ല. ആകപ്പാടെ വ്യാകുലപ്പെടുവാൻ തുടങ്ങി. ചുറ്റും അലക്സാണ്ടറുടെ ആരുടെയും മുമ്പിൽ മടി കാണിക്കാത്ത ക്രൂരന്മാരായ അലക്സാണ്ടറിന്റെ പടയാളികൾ 1000 10,000 നിൽക്കുകയാണ്. ജനമെല്ലാം, യഹൂദന്മാരെല്ലാം ഭയവിഹുലരായി. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നത് പോലെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളുടെ ഹല്ലേലൂയ ദൃഷ്ടി യഹോവയിങ്കലേക്ക് അവർ ഉയർത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ശത്രു നിനക്കെതിരായി വളരെ ശക്തിയോടുകൂടെ വാടകോരുമ്പോൾ, ശത്രുവിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കാതെ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കൺകളിലേക്ക് നോക്കി, നാഥ, ഈ കഷ്ടതയുടെ കഠോരതയിൽ എനിക്കെന്തു ചെയ്യണമെന്നറിയത്തില്ല. എന്റെ മുമ്പിൽ ഒരു നിമിഷം പോലും ശേഷിച്ചിരിപ്പില്ല. എന്നെ രക്ഷിപ്പാൻ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഡുവാ പുരോഹിതന്റെ പ്രാർത്ഥന കേട്ട് ദൈവം അത്ഭുതം അവിടെ പ്രവർത്തിച്ചതുപോലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാരം എത്ര കഠിനമായി കൊള്ളട്ടെ, എത്ര കഠോരമായി കൊള്ളട്ടെ, ഹല്ലേലൂയ സ്തോത്രം, എണ്ണിക്കൂടാതെ വണ്ണമുള്ള ശത്രുത്വം നിനക്ക് ചുറ്റും വാടകോരിക്കൊള്ളട്ടെ, കർത്താവിങ്കലേക്ക് ദൃഷ്ടി വെക്കുവാൻ ഇന്ന് രാത്രിയിൽ നാം ഒരുക്കമാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ഇരുതോണിയിൽ കാലുവെക്കുന്ന കാര്യമല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ, കർത്താവ് പറയുന്നു അത് പറ്റത്തില്ല. ഹല്ലേലൂയ, പകുതിക്കാല് ഭൂമിയിൽ ലോകത്തിന്റെ പ്രതാപങ്ങളിലും പകുതിക്കാല് കർത്താവിന്റെ തോണിയിലും വെച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കത്തില്ല. നമ്മുടെ ദൃഷ്ടി പൂർണ്ണമായും ഇന്ന് രാത്രിയിൽ കർത്താവിങ്കലേക്ക് വെക്കുവാൻ സന്നദ്ധരായ എത്ര പേരുണ്ട്. അവരെ രക്ഷിക്കുവാൻ ദൈവം സന്നദ്ധനാണ്. നമ്മുടെ ദൈവത്തിന്റെ കൈ കുറുതായി പോയിട്ടുണ്ടോ? കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിങ്കലേക്ക് ദൃഷ്ടി വെക്കാം. അതിനായിട്ടല്ലോ കർത്താവ് നമ്മെ വിളിച്ചത്. ഇത്ര നല്ല കർത്താവിനെ സേവിപ്പാൻ കർത്താവ് നമുക്ക് ഇടയാക്കിയല്ലോ. ദൈവത്തിന് സ്തോത്രം. യഡുവാ പുരോഹിതൻ ആലയത്തിലേക്ക് പോയി. ഹല്ലേലൂയ, ഹിസ്കിയ രാജാവ് കരഞ്ഞതുപോലെ കരയുവാൻ തുടങ്ങി. ദൈവം അവനെ രാത്രിയിൽ ഒരു വലിയ സ്വപ്നം കാണിച്ചു. സ്വപ്നം ഇതായിരുന്നു: ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നതായ ഹല്ലേലൂയ സ്തോത്രം പടിഞ്ഞാറ് നിന്ന് വരേണ്ടതായ
അടുത്ത ശക്തിയാണ് ഈ നിന്റെ ആലയത്തിന് ചുറ്റും ഇപ്പോൾ ആയിരിക്കുന്നത്. അവനോട് നീ യുദ്ധത്തിന് പോകേണ്ട, അവനൊരു സാമ്രാജ്യമായി ഉയരുമെന്നും ഹല്ലേലൂയ സ്തോത്രം അത് ദൈവിക പദ്ധതിയിൽ പെട്ടതാണ് എന്ന് ഹല്ലേലൂയ ദൈവവചനത്തിൽ കൂടെ ഈ മഹാപുരോഹിതനെ അന്ന് രാത്രിയിൽ വലിയ സ്വപ്നത്തിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വെളിപ്പെടുത്തിയിട്ട് ഹല്ലേലൂയ യെഹോവ പുരോഹിതനോട് പറഞ്ഞു, നാളെ പ്രഭാതത്തിൽ സമാധാനത്തിന്റെ പൗരോഹിത്യ വസ്ത്രം ധരിച്ചുകൊണ്ട് നീ പോയി അലക്സാണ്ടർ ചക്രവർത്തിയെ സ്വീകരിച്ച് അവനെ പറ്റി എഴുതിയിരിക്കുന്ന പ്രവചന ദൂതുകൾ അവനെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഹല്ലേലൂയ അലക്സാണ്ടർ നീയുമായി സമാധാനത്തിലാകും. ഹല്ലേലൂയ സ്തോത്രം. രാവിലെ ഹല്ലേലൂയ സ്തോത്രം മഹാപുരോഹിതൻ എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് മഹാപുരോഹിത വസ്ത്രം അണിഞ്ഞുകൊണ്ട് മറ്റേ പുരോഹിതന്മാരും മൂപ്പന്മാരുമായി അലക്സാണ്ടറിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ അലക്സാണ്ടറെ, ഹല്ലേലൂയ ഞങ്ങളുടെ പുരാണ പ്രവചനങ്ങളിൽ നിന്നെ പറ്റി എഴുതിയിരിക്കുന്നത് നിനക്കറിയാമോ? ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഈ വാക്യങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം മെദ്യപാർശ്യ സാമ്രാജ്യത്തെ ഗ്രീക്ക് സാമ്രാജ്യം തകർക്കുമെന്നും ആ ഗ്രീക്ക് സാമ്രാജ്യം സകലത്തെയും കീഴടക്കി 3-ാമത്തെ സാമ്രാജ്യമായി മാറുമെന്നും പ്രവാചകൻ ഹല്ലേലൂയ മുമ്പ് തന്നെ പ്രവചിച്ചിരിക്കുന്നു. അതിന്റെ നിവർത്തീകരണമാണ് നീയെ ഹല്ലേലൂയ എന്നുള്ളത് പറഞ്ഞപ്പോൾ അലക്സാണ്ടറിനെ സന്തോഷമാകുകയും ഹല്ലേലൂയ യെരുശലേമിനെ നശിപ്പിക്കുവാൻ കടന്നു വന്നതായ അലക്സാണ്ടർ ഹല്ലേലൂയ യെരുശലേമിനോട് സമാധാനമായി ഇടപെടുകയും ആലയത്തിൽ ഒരു ഉപദ്രവവും ചെയ്യാതെ, ആലയത്തെ മറ്റാരും ഉപദ്രവിക്കാതെ അലക്സാണ്ടറിന്റെ സൈന്യം ആലയത്തെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്തു. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ കൺകളിലേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്നുള്ളതായ പുസ്തകത്തിൽ ഹല്ലേലൂയ അതിന്റെ 11-ാമത്തെ വോളിയത്തിൽ ഹല്ലേലൂയ സ്തോത്രം യൂസിഫസിന്റെ രേഖകളിൽ ഹല്ലേലൂയ സ്തോത്രം യൂസിഫസ് എഴുതിയിരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ മലയാളത്തിൽ നിങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 2 കാരണങ്ങളാണ് വേദവിദ്യാർത്ഥികൾ അലക്സാണ്ടറെ ഹല്ലേലൂയ സ്തോത്രം യെരുശലേമിനെ നശിപ്പിക്കാതെ, ആലയത്തെ നശിപ്പിക്കാതെ, ആലയത്തിനോട് ആദരവ് കാണിക്കുകയും ആലയത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിനു വേണ്ടി തന്റെ സൈന്യത്തെ ആക്കുകയും ചെയ്തതിന്റെ 2 പ്രധാന കാരണങ്ങളാണ് ഹല്ലേലൂയ വേദ വിദ്യാർത്ഥികൾ വ്യാഖ്യാനമായി കമന്ററീസിലൊക്കെ നല്ല പ്രബന്ധങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത്. അത് 2-ൽ ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യദുവ പുരോഹിതൻ മറ്റ് പുരോഹിതന്മാരുമായി ചെന്നിട്ട് ഹല്ലേലൂയ അലക്സാണ്ടറിനെ പറ്റി എഴുതിയിരിക്കുന്ന പ്രവചന സൂക്തങ്ങൾ അലക്സാണ്ടറിനെ പഠിപ്പിച്ചു. അത് മുഖാന്തരം ദൈവിക പദ്ധതിയിലുള്ള വ്യക്തിയായിരുന്നു അലക്സാണ്ടർ എന്നും ഈ വെളിപ്പാടുകൾ കൊടുത്ത ദൈവത്തെ ആരാധിക്കുന്ന ആലയത്തെ തൊടുവാൻ ഹല്ലേലൂയ എനിക്ക് സാധ്യമല്ല എന്നും അലക്സാണ്ടർ ഗ്രഹിച്ച് പിന്നോട്ട് മാറുകയും ആ ജീവനുള്ള ദൈവത്തെ ആദരിക്കുകയും ചെയ്തു. ഇതാണ് ഒരു കാരണം. 2-ാമത്തെ കാരണം അലക്സാണ്ടറിന്റെ ട്യൂട്ടർ ആയിരുന്നു. ഫിലിപ്പ് രാജാവിന്റെ മകനാണ് അലക്സാണ്ടർ. ഫിലിപ്പ് രാജാവ് അലക്സാണ്ടർ ചെറുപ്പമായിരുന്ന കാലത്തിൽ അവന്റെ ശൂരത മനസ്സിലാക്കിയിട്ടും അടുത്ത രാജാവായിട്ട് ഈ അലക്സാണ്ടർ ആണ് വരേണ്ടത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അന്നത്തെ ജീവനോടിരുന്നതായ ഏറ്റവും വലിയ ഫിലോസഫർ ആയിരുന്ന അരിസ്റ്റോട്ടിലിന്റെ കീഴിലാണ് അലക്സാണ്ടർ പഠിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. അരിസ്റ്റോട്ടിൽ ആരാണെന്ന് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. സോക്രട്ടീസിന്റെ കഴിഞ്ഞു. സോക്രട്ടീസിനെ കൊന്നതിന് ശേഷം സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. ഹല്ലേലൂയ സ്തോത്രം. ഈ അരിസ്റ്റോട്ടിൽ ഹല്ലേലൂയ സ്തോത്രം വലിയ ദൈവവിശ്വാസിയായിരുന്നു. പ്ലേറ്റോയുമായിരുന്നു. ഹല്ലേലൂയ. പ്ലേറ്റോയുടെ ദ ഫിലോസഫി ഓഫ് യുവർ ഷാഡോ ഒക്കെ പഠിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ പറ്റി 500-ാം ആണ്ടിലൊക്കെ
പറഞ്ഞിരിക്കുന്നതായ രേഖകൾ, ഫിലോസഫീസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്ര സത്യമാണ്. ജ്ഞാനമുള്ളവർ ജീവനുള്ള ദൈവത്തെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. പ്ലേറ്റോയെയും സോക്രട്ടീസിനെയും അരിസ്റ്റോട്ടലിനെയും ഒക്കെ പഠിച്ചാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. ജ്ഞാനമില്ലാത്തവരാണ് ദൈവമില്ല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കണ്ടിട്ട് നമ്മെ തന്നെ നോക്കിയിട്ട് എത്ര അത്ഭുതകരവും അതിശയകരവുമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്ന് ഒറ്റ ഒരു ചെറിയ ചിന്ത ചിന്തിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ ആർക്കാണ് സാധ്യമാകാത്തത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അരിസ്റ്റോട്ടിൽ ഹല്ലേലൂയ സ്തോത്രം തന്റെ അമ്മയിൽ കൂടെ ഒരു കാര്യം ഗ്രഹിച്ചിരുന്നു. യഹൂദൻ എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നും അവനെ സ്നേഹിക്കുകയും അവനു വേണ്ടി പിന്താങ്ങുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്നും താൻ പഠിച്ചിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറിനെ ഫിലോസഫിയും മറ്റ് ജ്ഞാനവും പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ തലയിൽ കുത്തിവെച്ചു, യഹൂദനെതിരായി നീ ഒന്നും രാജാവായി വരുമ്പോൾ ചെയ്യരുതേ, അവനോട് സ്നേഹമായി പെരുമാറണം. ഇത് അലക്സാണ്ടറിന്റെ തലയിലുണ്ടായിരുന്നു. യഡുവാ പുരോഹിതന്റെ സ്വപ്നവും തന്റെ ബുദ്ധിപരമായിട്ടുള്ള പെരുമാറ്റവും തന്നെ പഠിപ്പിച്ചതായ അരിസ്റ്റോട്ടിൽ മുഖാന്തരം ലഭിച്ചതായ ജ്ഞാനവും രണ്ടും കൂടെ ഒന്നായി വന്നു ചേർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചാൽ, നമ്മുടെ വീടുകളിൽ ഇരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിച്ചാൽ വരും കാലങ്ങളിൽ അവർ ആരായി തീരുമെന്ന് ഒടേ തമ്പുരാനല്ലോ അറിയത്തുള്ളൂ. അവർ ഒരു കാലത്തെ അമേരിക്കയുടെ പ്രസിഡന്റായിട്ടോ സെനറ്ററായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഡിഗ്നിറ്ററീസ് ആയിട്ടോ വരികയാണെങ്കിൽ ഈ ജീവനുള്ള ദൈവത്തെ പറ്റിയുള്ള ഭയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് എങ്കിൽ അവർ മുഖാന്തരം എത്ര പേർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം കാരണമായി തീരും. ഗോൾഡ മേയർ ആയിരുന്നു ഇസ്രയേലിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഹല്ലേലൂയ സ്തോത്രം. 1948 ഗോൾഡ മേയർ ഹല്ലേലൂയ സ്തോത്രം ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ഹല്ലേലൂയ സ്തോത്രം ചുറ്റുപാടുമുള്ളതായ മുസ്ലിം രാജ്യങ്ങൾ 6 രാജ്യങ്ങൾ ഒന്നിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം ഈജിപ്തിന്റെ നേതൃത്വത്തിൽ നാസറാണ് അന്ന് ഈജിപ്തിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. വിതിൻ ഹല്ലേലൂയ 6 hours we will wipe off Israel from the map of the world. ലോകത്തിലെ മാപ്പിൽ നിന്നും ഇസ്രയേലിനെ തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റും അവർ കൂടിയതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ സ്തോത്രം അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നതായ ഹല്ലേലൂയ നിക്സൺ ഹല്ലേലൂയ സ്തോത്രം ഗോൾഡ മേയർ വിളിച്ചതായ സന്ദർഭത്തിൽ ഉടൻ തന്നെ ഹല്ലേലൂയ സ്തോത്രം ഇവിടുന്ന് ഹല്ലേലൂയ ആർട്ടിലറീസും വേണ്ട എല്ലാ വെപ്പണറീസും വിതിൻ 24 hours പ്ലെയിനിൽ അവിടെ കൊണ്ട് ഇറക്കി കൊടുത്തത് കൊണ്ടാണ് ഡിഫെൻസീവ് ചെയ്യുവാൻ തക്കവണ്ണം ഇസ്രയേൽ നിൽക്കുവാൻ തക്കവണ്ണം കാരണമായത്. അതിനെപ്പറ്റി ഹല്ലേലൂയ ഒരുപക്ഷെ ഞാൻ കണ്ടത് നിങ്ങളും കണ്ടു കാണും. TBN വന്നതായ ഒരു ഡോക്യുമെന്ററിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നിക്സന്റെ മാതാവ് യഹൂദനോട് മര്യാദയായി സ്നേഹത്തിൽ പെരുമാറണം, നിനക്കൊരവസരം ലഭിച്ചാൽ എന്ന് പഠിപ്പിച്ചതാണ്. ഈ ഗോൾഡ മേയർ വിളിച്ചപ്പോൾ മറ്റു വലിയ പവർ ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് ചെയ്തു കൊടുക്കുവാനിടയായി തീർന്നു. അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹെൻറി കിസഞ്ചറാണ്. ഹെൻറി കിസഞ്ചർ ഒരു യഹൂദനാണ്. ഗോൾഡ മേയർ ഹെൻറി കിസഞ്ചർ യഹൂദനായതുകൊണ്ട് ആദ്യം ഹെൻറി കിസഞ്ചറിനെ വിളിച്ചത്. ഹെൻറി കിസഞ്ചറിനെ വിളിച്ചിട്ട് അൺലെസ് യു പീപ്പിൾ ഹെൽപ്പ് us we are going to be gone forever എന്ന് ഗോൾഡ മേയർ പറഞ്ഞപ്പോൾ ഹെൻറി കിസഞ്ചർ പറഞ്ഞത് ലെറ്റ് ഇസ്രയേൽ ബ്ലീഡ് ഫോർ എ വൈൽ, ഇസ്രയേലെ ഒന്ന് രക്തമൊഴുക്കട്ടെ എന്നാ പറഞ്ഞത്. യഹൂദനെ സഹായിക്കാതിരുന്നപ്പോൾ നിക്സൺ സഹായിക്കുവാൻ തക്കവണ്ണം കാരണമായത് അവന്റെ അമ്മ അവനെ പഠിപ്പിച്ചതായിരുന്നു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ ഡോക്യുമെന്ററിയിൽ ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ഉപദേശം പഠിപ്പിക്കണം, ദൈവവചനം പഠിപ്പിക്കണം, ദൈവവചനത്തിലെ മർമ്മങ്ങൾ പഠിപ്പിക്കണം. അത് പിൽക്കാലത്ത് അവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. അവർ സ്കൂൾ അധ്യാപകന്മാരാകട്ടെ, അവർ പ്രൊഫസേഴ്സ് ആകട്ടെ, അവർ ഡോക്ടേഴ്സ് ആകട്ടെ, വിച്ച് എവർ പ്രൊഫഷൻ ഓർ വിച്ച് എവർ പൊസിഷൻ God may lift them up. Hallelujah. Let them be a useful vessel for the kingdom of God. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് അവർ അനുഗ്രഹമായി തീരും
തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ തലമുറകളെ ദൈവവചന സത്യങ്ങൾ പഠിപ്പിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? നിങ്ങൾ സമർപ്പിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ തലമുറകളെ കൊണ്ട് കർത്താവിന്റെ കിങ്ഡം പണിയുവാൻ സ്വർഗത്തിലെ ദൈവം കൊതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ നിർത്തുകയാണ്. എന്റെ മുമ്പിലുള്ള സമയം പോയി. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ ഞാനിവിടെ പറയട്ടെ. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യഹോവ മനുഷ്യരിലും ഇസ്രായേലിലെ സകല ഗോത്രങ്ങളിലും എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ആദ്യം മനുഷ്യരിലും എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെയും ദൃഷ്ടി കർത്താവിന്റെ മേൽ തിരിഞ്ഞത് നാം ഇപ്പോൾ പഠിച്ചു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ഈ 9 രാജ്യങ്ങളും ഇസ്രായേലിനെ ഇപ്പോൾ അലക്സാണ്ടർ അങ്ങ് വിഴുങ്ങിക്കളയുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവരെ നിസാരമായിട്ട് തോൽപ്പിച്ച ഈ രാജാവ് ഒരു കൊച്ചു പട്ടണത്തെ നിഷ്പ്രയാസം മണിക്കൂർ കൊണ്ട് തോൽപ്പിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഇസ്രായേൽ പൂർണ്ണമായി നശിക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേലിന് വലിയ രക്ഷ ദൈവം കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ആ കൊടുത്തത് ഇസ്രായേൽ കണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ജാതികൾക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ വിഗ്രഹങ്ങളോ ഞങ്ങളുടെ പൊന്നും വെള്ളിയുമല്ല ദൈവങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. അവയൊക്കെ ഹല്ലേലൂയ വെറും വിഗ്രഹങ്ങൾ മാത്രമാണ്. യഹൂദന്റെ ദൈവമാണ് ദൈവം. അവൻ ദൈവത്തെ നോക്കി വിളിച്ചപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ ഇനിയും ഞങ്ങളും ഈ ജീവനുള്ള ദൈവത്തെ വിളിക്കും. അവരും വിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ വിളിച്ചപ്പോഴാണ് ഈ 7-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് എത്രയോ ജാതികൾ യഹൂദന്മാരായി തീർന്നു, ദൈവവിശ്വാസികളായി തീർന്നു. നമ്മുടെ ദൈവത്തിൽ നാം പൂർണ്ണമായി ആശ്രയം വെച്ചാൽ നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കണ്ട് എത്രയോ പേർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. ആ ഒരനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് രാത്രി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാനിവിടെ നിർത്തുകയാണ്. 8 വാക്യം വരെയാണ് നാം ചിന്തിച്ചത്. അടുത്ത ആഴ്ചയിൽ പിന്നീടുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടുണ്ട്. 9-ാം അധ്യായം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടത് കൊണ്ടാണ് 2-3 ആഴ്ചയായിട്ട് നമുക്ക് അതിന്റെ പകുതി പോലും ആയിത്തീരുവാൻ ഇടയാകാതിരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും നാം പഠിക്കുമ്പോൾ പഠിക്കേണ്ടതുപോലെ പഠിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്തിനാണ്? മറ്റുള്ളവരെ നാം പഠിപ്പിക്കണം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, സ്തോത്രം, മറ്റുള്ളവരെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചാൽ ഹല്ലേലൂയ 100 മേനി പിന്നെ 100 മേനി 100 മേനി 100 മേനി വിളഞ്ഞ് കർത്താവിന്റെ നാമം മഹത്വമായി തീരുവാൻ നമുക്കിടയായിത്തീരും. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ ഹല്ലേലൂയ, സ്തോത്രം, ആർക്ക് സമർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യമുണ്ട്? നമ്മളുടെ ദൃഷ്ടി കർത്താവിലേക്ക് വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് രാത്രിയിൽ ആര് പറയും? യഹൂദൻ ദൃഷ്ടി കർത്താവിലേക്ക് വെച്ചപ്പോൾ ജാതികളെ തകർത്ത് കളഞ്ഞ അലക്സാണ്ടറിൽ നിന്നും യഹൂദനെ യഹോവയായ ദൈവം രക്ഷിച്ചുവെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ മകനെ മകളെ നിന്റെ വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന കർത്താവിലേക്ക് ദൃഷ്ടി വെക്കുവാൻ ഞാൻ കൊതിക്കുന്നുവെന്നൊരു തീരുമാനം ഇന്ന് രാത്രി എടുക്കുന്നുവെങ്കിൽ നിന്റെ തീരുമാനത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി ദൈവം പ്രവർത്തിക്കുമ്പോൾ ജാതികൾ അത് കണ്ട് കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായിത്തീരും. ഒരു പൂർണ്ണ സമർപ്പണം എന്റെ കർത്താവിന്മേൽ ദൃഷ്ടി വെച്ച് അവിടുത്തെ ഹിതപ്രകാരം മുമ്പോട്ട് പോകുവാൻ ഞാൻ കൊതിക്കുന്നു. എന്റെ തലമുറകളെ ദൈവവചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്നു. ഈ കർത്താവിൽ പൂർണ്ണമായി ഞാൻ ആശ്രയിക്കുന്നുവെന്ന് ആരെ ഹല്ലേലൂയ സമർപ്പിക്കും? അവർക്ക് വേണ്ടി 1 മിനിറ്റ് വേർതിരിക്കുകയാണ്. അതിനുള്ള സമയമാണ്. താങ്ക് യു. കേൾപ്പിച്ച വചനത്തിന്റെ മുൻപാകെ ഞാൻ എന്നെയും എന്റെ കുടുംബത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവിങ്കലേക്ക് ദൃഷ്ടി വെച്ചുകൊണ്ട് അന്ത്യത്തോളം ജീവിപ്പാൻ എന്നെയും എന്റെ തലമുറകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിലേക്ക് ദൃഷ്ടി വെച്ചാൽ ഇനിയാണ് എന്റെ കുടുംബത്തെയും കർത്താവ് സഹായിക്കാൻ സമർപ്പിക്കുന്ന നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്റെ ദൃഷ്ടി കർത്താവിലേക്ക് ഞാൻ ഉയർത്തിക്കൊണ്ട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനം ഞങ്ങളിലേക്ക് വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു.
കർത്താവിൽ ആശ്രയം വെക്കുന്ന മക്കളെ വിടുവിക്കേണ്ടതിനു വേണ്ടി സ്വർഗങ്ങളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഞങ്ങളുടെ അരുമരക്ഷകനായ പൊന്നേശുവേ, അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അപേക്ഷകൾ കേൾക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, തിരുസന്നിധിയിൽ സമർപ്പിച്ച ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ആശ്രയം അങ്ങിൽ വെക്കുവാനും അങ്ങയുടെ ഹിതപ്രകാരം ഒരു മരുഭൂപ്രയാണം ചെയ്യുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ദൈവഹിതപ്രകാരം വളർത്തിയെടുക്കുവാനുള്ള കൃപ ഉയരത്തുനിന്ന് ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഞങ്ങളുടെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുവാൻ അവിടുത്തെ പരിശുദ്ധ ആത്മാവിനാൽ അവിടുത്തെ ദിവ്യ അരുളപ്പാടുകളാൽ ഞങ്ങൾക്കിടയാക്കേണ്ടതിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ ഏഴയെയും സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ചു തരുന്നു. നാഥ, ഇന്ന് രാത്രി ദൈവവചനം കേട്ട ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സകല നന്മ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ ഏവരെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾക്കായി സ്തോത്രം, പ്രാർത്ഥനകൾക്കായി സ്തോത്രം. കർത്താവെ, ഓക്ലഹോമ പ്രയർ ലൈനെ അനുഗ്രഹിക്കുകയും ഈ പ്രയർ ലൈൻ മുഖാന്തരം അനേകർ കർത്താവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരന്തരമായിട്ടുള്ള അവരുടെ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ അവരുടെ വിവിധ ശുശ്രൂഷ മണ്ഡലങ്ങൾ കർത്താവ് കാണുകയും അവിടുത്തെ സമർപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ സന്ദർശിക്കുവാൻ, പാപികളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, കർത്താവിൽ പൂർണ്ണ ആശ്രയം വെക്കുവാൻ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുഖാന്തരം യേശു കാരണമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ ദിവ്യ ആത്മാവിനാൽ അവിടുന്ന് സഹായിച്ചതിനാൽ സ്തോത്രം. തന്നെ അരുളപ്പാടുകൾക്കായി സ്തോത്രം, സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾക്കായി സ്തോത്രം, ദൈവവചനം കേട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. രാത്രിയിലും ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ വരണമേ. താങ്ക് യു ഓൾ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തി ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. തുറന്നും കർത്താവിന്റെ ദാസനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അടുത്ത ആഴ്ചയിലും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നമുക്ക് ദൈവജനം കേൾക്കുവാൻ തക്കോണം ദൈവമായ കർത്താവ് സാവകാശം ഒരുക്കട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ രാവിലെ 5 മുതൽ 6 വരെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയും അതുപോലെ മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കടന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ വൈകിട്ട് 8 മുതൽ 9 വരെ കുഞ്ഞുങ്ങൾക്കായുള്ള പ്രത്യേക സെഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 9 മുതൽ പ്രയർ ലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ദൈവജനം കേൾക്കാനുള്ള അവകാശമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടി കടന്നു വരണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവമായ കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനത്തിൽ അത് കേൾക്കുമ്പോൾ അത് ഉള്ളത്തിൽ കൈക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി വിശ്വസിയോടെ ജീവിപ്പാൻ തക്കണം ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ആമേൻ. കർത്താവിൻ വരവിനും
ദുഃഖവേളകളാനന്ദമാക്കുവാൻ നാഥൻ കഷ്ടം സഹിച്ചു. എൻ ദുഃഖവേളകളാനന്ദമാക്കുവാൻ നാഥൻ കഷ്ടം സഹിച്ചു. മനമേ നീ കലങ്ങുന്നതെന്തിനാ? നാഥൻ ജീവിക്കുമ്പോൾ മനമേ നീ കലങ്ങുന്നതെന്തിനാ? നാഥൻ ജീവിക്കുമ്പോൾ അവൻ കരുതും നൽ കരുതൽ. ഇനി എന്തിനായാകുലങ്ങൾ? അവൻ കരുതും നൽ കരുതൽ. ഇനി എന്തിനായാകുലങ്ങൾ? ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവൻ കണ്ണീരെല്ലാം തുടയ്ക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവൻ കണ്ണീരെല്ലാം തുടയ്ക്കും. ഏതു ഖേദവും തീർക്കും തൻ കരത്താൽ ആശയോടെ ഞാൻ കാത്തിരിക്കും. ഏതു ഖേദവും തീർക്കും തൻ കരത്താൽ ആശയോടെ ഞാൻ കാത്തിരിക്കും. എന്നെ സ്നേഹിക്കും പ്രാണപ്രിയനും എന്റെ പ്രാർത്ഥന കേട്ടിടുമേ. എന്നെ സ്നേഹിക്കും പ്രാണപ്രിയൻ എന്റെ പ്രാർത്ഥന കേട്ടിടുമേ. ഹല്ലേലൂയാ